വളർത്തമ്മയുടെ നിർദ്ദേശപ്രകാരം ആ പെൺകുട്ടി ബ്രിഡ്സിനെ ഉടനെ തന്നെ ഡോക്ടറെ വിളിച്ചുകൊണ്ടുവരുന്നതിനായി പറഞ്ഞുവിട്ടു. ഓക്കുമരത്തിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ചതും ചാരി നിവർന്നിരിക്കാവുന്ന വിധത്തിൽ പണിതിട്ടുള്ളതുമായ മനോഹരമായി ചിത്രപ്പണികൾ ചെയ്തിരുന്ന ഒരു കട്ടിലിലാണ് മിസ്സിസ് മെയ്ലി ഇരിപ്പുറപ്പിച്ചത്. തികച്ചും കുലീനയും സമ്പന്നയുമായ ഒരു സ്ത്രീയാണ് താനെന്ന് വിളിച്ചോതും വിധമാണ് അവരുടെ മട്ടും ഭാവവും. ഏകദേശം 80 വയസ്സോളം പ്രായമുണ്ട് ആ സ്ത്രീക്ക്. അവരോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ആ പെൺകുട്ടി വെള്ളി നിറത്തുള്ള തൻ്റെ വളർത്തമ്മയുടെ മുടിയിലൂടെ വിരലോടിച്ചു. വിശാലമായ വിസിറ്റേഴ്സ് റൂമിലേക്ക് തന്നെയാണ് ഒലിവറെ എടുത്തുകൊണ്ടുപോയത്. ആ മുറിയിലേക്ക് ഡോക്ടർ ലോസ്ബെർണിക്ക് കടന്നു വരുന്നതിന് ആരുടെയും അനുവാദം ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം അവരുടെ കുടുംബ ഡോക്ടറായിരുന്നു. തലേ ദിവസം ആ വീട്ടിൽ നടന്ന കൊള്ളയടിക്കാനുള്ള ശ്രമത്തെക്കുറിച്ചും ആ കള്ളന്മാരിലൊരാൾ പകൽ വെളിച്ചത്തിൽ വീണ്ടും എത്തിയതിനെക്കുറിച്ചും അവർ ഡോക്ടറുമായി സംസാരിച്ചു. കൊള്ളക്കാരുടെ ധൈര്യം അപാരം തന്നെയെന്നും പകൽ വെളിച്ചത്തിൽ പോലും അക്രമം കാണിക്കാൻ ഇക്കൂട്ടർ ധൈര്യപ്പെടുന്നുവെന്നും ഡോക്ടർ പരിതപിച്ചു. എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ഡോക്ടറുടെ നാവിനെ പിടിച്ചു നിർത്താൻ പ്രയാസമാണ്. അതിനെക്കുറിച്ച് തന്നെ അയാൾ വാദോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കും. എങ്കിലും ഈ ഡോക്ടർ ആളൊരു ശുദ്ധ മനസ്ഥിതിക്കാരനാണ്, പരോപകാരിയും. എന്തിനാണ് താൻ വന്നതെന്ന കാര്യം പോലും വിസ്മരിച്ചുകൊണ്ടാണ് ഡോക്ടർ സംസാരം തുടർന്നത്. ഇത് ഇഷ്ടപ്പെടാതിരുന്ന ആ പെൺകുട്ടി പെട്ടെന്ന് തന്നെ ഡോക്ടറെ എന്തിനാണ് അടിയന്തിരമായി വിളിപ്പിച്ചതെന്ന കാര്യം ഓർമ്മിപ്പിച്ചു. എൻ്റെ ഡോക്ടറെങ്കിലേ, ദാ ഇവിടെ ഒരാൾ മരണാസന്നനായി കിടക്കുന്നത് അങ്ങ് മറക്കുകയാണ്. റോസി അക്കാര്യം ഓർമ്മിപ്പിച്ചപ്പോൾ മാത്രമാണ് ഡോക്ടർക്ക് കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യമായത്. റോസിയുടെ വാക്കുകൾ കേട്ടപാടെ ഡോക്ടർ തിടുക്കത്തിൽ ഒലിവറെ കിടത്തിയിരുന്ന കട്ടിലിന് സമീപത്തേക്ക് നടന്നു. ഒരു വലിയ ക്രിമിനലിനെ കാണാനുള്ള വെമ്പലോടെയാണ് ഡോക്ടർ കട്ടിലിനടുത്തേക്ക് നീങ്ങിയത്. എന്നാൽ ഒലിവറിൻ്റെ നിഷ്കളങ്കമായ മുഖം കണ്ടതോടെ ഡോക്ടർ ആകെ അങ്കലാപ്പിലായി. തിടുക്കത്തിൽ തന്നെ ഡോക്ടർ തൻ്റെ കർത്തവ്യം നിർവഹിച്ചു. വെടിയേറ്റ ഭാഗത്ത് മുറിവ് വൃത്തിയാക്കി മരുന്ന് വെച്ച് മുറിവ് കെട്ടിവെച്ചു. വേദന സംഹാരികളും നൽകിയ ശേഷം ഡോക്ടർ യജമാനത്തിയുടെ മുറിയിലേക്ക് തിരിച്ചെത്തി. ഡോക്ടർ വരുന്നതും കാത്ത് അവർ രണ്ടുപേരും ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. അയാൾക്ക് എങ്ങനെയുണ്ട്? മിസ്സിസ് മെയ്ലി അന്വേഷിച്ചു. ആപത്തൊന്നും സംഭവിക്കുകയില്ല, അക്കാര്യം ഞാൻ ഉറപ്പു തരുന്നു. എന്നാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, മിസ്സിസ് മെയ്ലി ആ കള്ളൻ്റെ മുഖം കണ്ടിരുന്നോ? ഇല്ല. റോസിയോ? ഡോക്ടർ വീണ്ടും അന്വേഷിച്ചു. ഇല്ല, അവൾക്ക് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ സമ്മതിച്ചില്ല, അവർ മറുപടി പറഞ്ഞു. എങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുൻപായി ആ കള്ളൻ്റെ മുഖം ഒന്ന് കണ്ടുവരാം. ഡോക്ടറുടെ ആവശ്യത്തോട് മിസ്സിസ് മെയ്ലി വലിയ താല്പര്യം കാണിച്ചില്ല. എന്നാൽ ഡോക്ടർ ഏറെ നിർബന്ധിച്ചപ്പോൾ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അവർ തൻ്റെ വളർത്തുമകളെയും കൂട്ടി ഡോക്ടർക്കൊപ്പം കള്ളനെ കാണുന്നതിനായി പുറപ്പെട്ടു. അവർ എത്തുമ്പോൾ ഒലിവർ തൻ്റെ മുറിവേറ്റ കൈ നെഞ്ചിനു മുകളിൽ കുറുകെ വെച്ചുകൊണ്ടും മറ്റേ കൈ തലയ്ക്ക് താങ്ങായി പിടിച്ചുകൊണ്ടും കിടക്കുകയാണ്. മുറിവേറ്റ കൈയിലെ തുണിയിൽ നിന്നും അപ്പോഴും രക്തം പുറത്തേക്ക് കിനിഞ്ഞിറങ്ങുന്നുണ്ടായിരുന്നു. ഒലിവർ അപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ്. അവൻ ഇതിനോടകം സഹിച്ച വേദനയുടെ ആഴം ആ കുഞ്ഞു മുഖത്തു നിന്നും വായിച്ചെടുക്കാനാവും. കണ്ണുനീരിൻ്റെ നനവ് മുഖത്തിപ്പോഴുമുണ്ട്. നീണ്ടു വളർന്ന മുടിയിഴകൾ മുഖത്തേക്ക് അലസമായി പാറിക്കിടക്കുന്നു. അവൻ്റെ നിഷ്കളങ്കവും ഓമനത്തമുള്ളതുമായ മുഖം കണ്ടതോടെ മിസ്സിസ് മെയ്ലിയും റോസിയും അമ്പരന്ന് പോയി. റോസിയാകട്ടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ കുറേ നേരം നോക്കി നിന്നു. തുടർന്ന് അവൾ അവനെ കിടത്തിയിരുന്ന കട്ടിലിനരികിലേക്ക് പതുക്കെ ചേർന്ന് നിന്നിട്ട് അവൻ്റെ തലമുടിയിൽ തടവി ആശ്വസിപ്പിച്ചു. സങ്കടം സഹിക്കാനാവാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. 2 തുള്ളി കണ്ണുനീരടർന്ന് ഒലിവറുടെ മുഖത്ത് തന്നെ വീണു. ചുടുകണ്ണുനീർ മുഖത്തേക്ക് വീണപ്പോൾ ഒലിവർ പതുക്കെ കണ്ണു തുറന്നു. കൺമുന്നിൽ ഒരു മാലാക നിൽക്കുന്നു. സുന്ദരിയായ ആ മാലാക തന്നെ നോക്കി പുഞ്ചിരി തൂകുന്നു. താൻ കാണുന്നത് ഒരു സ്വപ്നം മാത്രമായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ വീണ്ടും കണ്ണുകളടച്ചു. പിന്നാലെ തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്തു. ഒലിവറിൻ്റെ നിഷ്കളങ്കമായ മുഖവും അവൻ്റെ അപ്പോഴത്തെ അവസ്ഥയും നേരിട്ട് കണ്ട മിസ്സിസ് മെയ്ലി തികച്ചും അമ്പരപ്പിലായിരുന്നു. അവൻ അബോധാവസ്ഥയിലേക്ക് വീണുപോയതിനു ശേഷം ഒരു നെടുവീർപ്പോടെ ആ വൃദ്ധ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഇവൻ ഏതായാലും ആ കൊള്ളസംഘത്തിൻ്റെ ഭാഗമായിരുന്ന ഒരുവനാണെന്ന് തോന്നുന്നില്ല. മാഡത്തിന് അങ്ങനെ തോന്നാൻ എന്താണ് കാരണം? ഡോക്ടർ അന്വേഷിച്ചു. ഡോക്ടർ, ഇവൻ്റെ കുലീനത്വമുള്ള മുഖം കണ്ടാൽ തന്നെ അത് വ്യക്തമല്ലേ? എന്തോ എനിക്കറിയില്ല. എന്നാൽ പരിശുദ്ധമായ ദൈവത്തിൻ്റെ ആലയത്തിലും ചിലപ്പോൾ ചെകുത്താൻ കടന്നുകൂടും. മിസ്സിസ് മെയ്ലിയുടെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ ഡോക്ടർ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു. ആ പെൺകുട്ടിയാകട്ടെ തൻ്റെ വളർത്തമ്മയുടെ പക്ഷത്തായിരുന്നു. ഇത്രമാത്രം ചെറുപ്രായത്തിൽ ഇവനെപ്പോലുള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും കവർച്ചക്കാരുടെ പങ്കുകാരനാകാൻ പറ്റില്ലെന്ന് ആ പെൺകുട്ടി ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഡോക്ടർ അതെല്ലാം നിഷേധിച്ചു. എൻ്റെ കുഞ്ഞെ, നീ അങ്ങനെ ചിന്തിക്കുന്നത് നിന്റെ ലോകപരിചയക്കുറവ് കൊണ്ടാണ്. കുറ്റവാസനയ്ക്കും തെറ്റുകൾ ചെയ്യുന്നതിനും പ്രായം ഒരു തടസ്സമേ അല്ല. അത് മരണം പോലെ തന്നെയാണ്.
മരണം ഒരാളെ കൊണ്ടുപോകാനെത്തുന്നത് പ്രായം മാത്രം നോക്കിയല്ലോ. എന്നാൽ റോസിയും വിട്ടുകൊടുത്തില്ല. അവൾ തൻ്റെ അഭിപ്രായത്താൽ ഡോക്ടറെ നേരിട്ടു. ഡോക്ടർ പറയുന്നതെല്ലാം ശരിയായിരിക്കാം, എന്നാൽ ഈ കുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ ഏതൊരാൾക്കും മനസ്സിലാകും അവൻ സ്നേഹവും പരിചരണവും അർഹിക്കുന്നവനാണെന്ന്. ഒരുപക്ഷെ ഇങ്ങനെയൊരു ദുർവിധിയിലേക്ക് അവൻ എത്തപ്പെട്ടത് ഇതെല്ലാം അവന് നിഷേധിക്കപ്പെട്ടതുകൊണ്ടുമാവാം. ഒരമ്മയുടെ വാത്സല്യമോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്നും ലഭിക്കാവുന്ന സ്നേഹമോ പരിലാളനമോ ഇവൻ ഒരിക്കലും ലഭിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇവൻ്റെ ഈ പ്രായത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനും ഇവനെ നാശത്തിലേക്ക് വലിച്ചെറിയാനാവില്ല. അവന് ലഭിക്കാതെ പോയതെല്ലാം കൊടുക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. തൻ്റെ വളർത്തുമകളുടെ വാക്കുകൾക്കനുസരിച്ച് തന്നെയാണ് ആ വൃദ്ധയുടെ ചിന്തകളും സഞ്ചരിച്ചത്. അങ്ങനെ ഒലിവർ ട്വിസ്റ്റ് എന്ന അനാഥബാലൻ്റെ ജീവിതം ഒരിക്കൽ കൂടി പ്രഭാപൂരിതമായി തീരുകയായിരുന്നു. ഒലിവറിൻ്റെ പരിക്കുകൾ അത്ര നിസ്സാരമായിരുന്നില്ല. ആഴ്ചകളോളം അവന് കിടക്കയിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വന്നു. അതും കട്ടിലിൽ ഒന്ന് അനങ്ങാൻ പോലും ആവാതെ. ഒന്ന് ഇളകണമെങ്കിൽ പോലും മറ്റാരുടെയെങ്കിലും സഹായം അവൻ ആവശ്യമായിരുന്നു. അവൻ്റെ അരികിൽ സദാസമയവും റോസി നിലയുറപ്പിച്ചു. അവനെ പരിചരിച്ചു. മിസ്സിസ് മെയ്ലിയാകട്ടെ ഒരമ്മൂമ്മയിൽ നിന്നും ലഭിക്കാവുന്ന സ്നേഹവും ലാളനയും അവന് നൽകാനും മറന്നില്ല. അങ്ങനെ സ്നേഹിക്കപ്പെടുന്ന ഏതാനും മനുഷ്യരുടെ പരിലാളനം ഏറ്റുവാങ്ങിയാണ് ഒലിവർ അവിടെ കഴിഞ്ഞത്. അവൻ രോഗിയായി കഴിഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ അവൻ്റെ ദുരന്തകഥയുടെ ഏതാനും ഏടുകൾ അവർ അവനിൽ നിന്നും മനസ്സിലാക്കിയിരുന്നു. രോഗം വേഗത്തിൽ മാറിവരുന്നത് ഒലിവറിൻ്റെ മനസ്സിനെ ആശങ്കപ്പെടുത്തി. താൻ പൂർണ്ണ ആരോഗ്യവാനായി മാറിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്നും പോകേണ്ടി വരുമല്ലോ എന്നതായിരുന്നു അവൻ്റെ സങ്കടവും ആശങ്കയും. ഇക്കാര്യം അവൻ റോസിയോട് തുറന്നു പറഞ്ഞു. ഇവിടെ നിന്നും പുറം ലോകത്തേക്ക് എത്തിയാൽ താൻ വീണ്ടും ആ തെരുവിൽ കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും ഇടയിലേക്ക് തന്നെ എത്തപ്പെടുമെന്ന് അവൻ സങ്കടത്തോടെ പറഞ്ഞു. എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ലെന്നും തൻ്റെയും തൻ്റെ വളർത്തമ്മയുടെയും ആഗ്രഹം അവൻ അവരോടൊപ്പം എല്ലാ കാലത്തും ആ വീട്ടിൽ തന്നെ ഉണ്ടാകണമെന്നാണെന്നും അവൾ അവനോട് പറഞ്ഞു. അവളുടെ വാക്കുകൾ അവനെ ആനന്ദിപ്പിച്ചു. സന്തോഷാധിക്യത്താൽ അവൻ വിങ്ങിപ്പൊട്ടി. കണ്ണുനീർ താഴെ കൊലിച്ചിറങ്ങി. അവൾ മറ്റൊരു കാര്യം കൂടി അവനെ അറിയിച്ചു. അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അവൾ പറഞ്ഞത്. അവളുടെ വളർത്തമ്മ ഉടൻ തന്നെ തൻ്റെ വേനൽക്കാല വസതിയിലേക്ക് സുഖവാസത്തിനായി യാത്ര പോകും. ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമമാണിത്. സുന്ദരമായ പുഴകളും പൂക്കളും നിറഞ്ഞ ഏറെ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമം. വളർത്തമ്മയോടൊപ്പം ഞാനും കൂടെ പോകുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ ഒലിവറിനെയും കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അവൾ അവനെ അറിയിച്ചു. ഇക്കാലത്ത് അവൻ്റെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ചുകൊണ്ട് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്ന ബ്രൗൺലോയും മിസ്സിസ് ബെഡ്വിനും ചിന്തകളിലേക്ക് കടന്നു വന്നു. പോകുന്നതിന് മുമ്പായി അവരെ ചെന്ന് കാണണമെന്ന് അവൻ ആഗ്രഹിച്ചു. മിസ്സിസ് മെയ്ലിയുടെ ഗ്രാമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് എന്നാണെന്ന് നിശ്ചയമില്ലല്ലോ. താനൊരു കള്ളനായിരുന്നുവെന്ന് തന്നെയായിരിക്കണം മിസ്റ്റർ ബ്രൗൺലോയും മിസ്സിസ് ബെഡ്വിനും ചിന്തിക്കുന്നത്. അന്ന് പുസ്തകവുമായി ആ വീട്ടിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന് ആ നല്ല മനുഷ്യരെ എങ്ങനെയും അറിയിച്ച് തന്നെക്കുറിച്ചുള്ള അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റേണ്ടതുണ്ട്. ഇക്കാര്യം അവൻ റോസിയോട് പറഞ്ഞിരുന്നു. എന്നാൽ മിസ്റ്റർ ബ്രൗൺലോ എവിടെയാണ് താമസിക്കുന്നതെന്ന് അവിടെ ആർക്കും അറിയുമായിരുന്നില്ല. എന്നാൽ ബ്രൗൺലോയുടെ വിലാസം ഓർത്തെടുക്കാനും അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നതെന്ന് പറയാനും ഒലിവറിന് കഴിഞ്ഞു. രോഗം ഭേദമായി കഴിഞ്ഞാൽ നിന്റെ ബ്രൗൺലോയെ കണ്ടെത്തുന്ന കാര്യം ഡോക്ടർ അങ്കിളിനെ ഏൽപ്പിക്കാമെന്ന് അവൾ അവന് വാക്കുകൊടുക്കുകയും ചെയ്തു. അവൻ്റെ രോഗം ഏകദേശം ഭേദമായി. ആരോഗ്യം വീണ്ടെടുത്തു തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവനും ഡോക്ടറും കൂടി ഒരു കുതിരവണ്ടിയിൽ മിസ്റ്റർ ബ്രൗൺലോയുടെ വീടന്വേഷിച്ച് പുറപ്പെട്ടു. ഒലിവർ യാത്രയിലുടനീളം തൻ്റെ തല വഴിയുടെ ഇരുവശത്തേക്കും ചലിപ്പിച്ച് സ്ഥലം കണ്ടെത്താൻ പരിശ്രമിച്ചു. കുതിരവണ്ടി കടന്നു പോകുന്ന സ്ഥലം കണ്ടപ്പോൾ അവിടമെല്ലാം തനിക്ക് നല്ല പരിചയമുള്ളതാണല്ലോ എന്ന് അവൻ മനസ്സിലാക്കി. കൊള്ളയടിക്കുന്നതിനായി ബിൽ സൈക്സ് തന്നെ പാതിരാത്രിയിൽ വലിച്ചിഴച്ചു കൊണ്ടുവന്ന അതേ വഴിയിലൂടെ തന്നെയാണ് ആ കുതിരവണ്ടി സഞ്ചരിക്കുന്നത്. അന്ന് രാത്രിയിൽ താൻ ഈ നദിയുടെ കരയിലാണ് ആദ്യം എത്തിയത്. അവിടെ നിന്നും ആ കാണുന്ന ചതുപ്പ് നിലം കടന്നാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ആ പഴയ കെട്ടിടത്തെ ലക്ഷ്യമാക്കി നടന്നത്. ബിൽ സൈക്സ് തന്നെ അന്നത്തെ രാത്രിയിൽ കൂട്ടിക്കൊണ്ടുവന്നത് ആ കെട്ടിടത്തിലേക്കാണെന്ന് അവൻ ഡോക്ടറോട് പറഞ്ഞു. ആ നിമിഷം തന്നെ കുതിരവണ്ടി നിർത്താൻ ഡോക്ടർ ആവശ്യപ്പെട്ടു. സൈക്സും സംഘവും അവിടെയാണ് ഒളിച്ചു താമസിച്ചിരുന്നതെന്ന് കൂടി കേട്ടതോടെ ഡോക്ടർ ആവേശത്തിലായി. വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങിയ ഡോക്ടർ വഴിയിലെ വഴുവഴുപ്പും വെള്ളക്കെട്ടുമൊന്നും കാര്യമാക്കാതെ ആ വീട് ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. ഡോക്ടർക്ക് പിന്നാലെ ഒലിവറും ഓടി. അവർ രണ്ടുപേരും ആ വീടിൻ്റെ മുൻവാതിലിന് മുന്നിലെത്തി. വാതിൽ പൂട്ടിയ നിലയിലായിരുന്നു. ഡോക്ടർ വാതിലിൽ തട്ടി വിളിച്ചെങ്കിലും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. വാതിൽ അകത്തു നിന്നുമാണ് പൂട്ടിയിരിക്കുന്നതെന്നും അകത്ത് ആളുണ്ടാകണമെന്നും ഡോക്ടർ ഊഹിച്ചു. അദ്ദേഹം വാതിലിൽ ആഞ്ഞു ചവിട്ടാനായി കാലുയർത്തിയ നിമിഷം തന്നെ വാതിലിൻ്റെ ഒരു പാളി തുറന്നുകൊണ്ട് ഒരു വൃത്തികെട്ട മനുഷ്യൻ തൻ്റെ തല പുറത്തേക്ക് നീട്ടി. ശവപ്പെട്ടിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരുന്നതുപോലെ ഒരു വികൃത രൂപം. ചെമ്പൻ മുടിയും ചോരക്കണ്ണുകളുമുള്ള ഒരു ഭീകരസത്വം.
നീണ്ടു വളർന്ന മുടി കഴുത്തും പിന്നിട്ട് താഴേക്ക് നീണ്ടുകിടക്കുന്നു. അയാളുടെ രൂപവും മൊത്തത്തിലുള്ള പ്രകടനവും കണ്ടപ്പോൾ ഒലിവറിന് വല്ലാത്ത ഭയം തോന്നി. എന്നാൽ ഡോക്ടറുടെ മുഖത്ത് പ്രത്യേകിച്ച് ആശങ്കയൊന്നും തോന്നിയില്ല. ഡോക്ടർ അയാളോട് ചോദിച്ചു, ബിൽ സൈക്സ് ഇവിടെയില്ലേ? ഡോക്ടറുടെ ചോദ്യം അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പിന്നീടുള്ള അയാളുടെ ചേഷ്ടകൾ. ദേഷ്യം കടിച്ചമർത്തുന്നത് പോലെ അയാൾ പല്ലുകൾ ഞെരിച്ചു പിടിച്ചുകൊണ്ട് ഏത് ബിൽ സൈക്സ് എന്ന് പരുക്കൻ ശബ്ദത്തിൽ മറുചോദ്യം ഉന്നയിച്ചു. കുപിതനായ ഡോക്ടർ അയാളെ തള്ളി മാറ്റിക്കൊണ്ട് മുറിയിലേക്ക് ബലമായി കയറാൻ തുടങ്ങി. അയാളാകട്ടെ ഡോക്ടറെ ബലമായി തന്നെ പുറത്തേക്ക് തള്ളിയിറക്കാൻ നോക്കി. അവർ തമ്മിൽ അത്യാവശ്യം കശപിശയും പോരും നടന്നുവെന്ന് തന്നെ വ്യക്തമാക്കുന്നതായിരുന്നു അകത്തുനിന്നും ഉയർന്നു കേട്ട ശബ്ദങ്ങൾ. ഡോക്ടർ മുറിയിലെല്ലാം പരതിയെങ്കിലും മറ്റാരെയും കണ്ടെത്താനായില്ല. തൻ്റെ പ്രതിയോഗി മാനസിക നില തെറ്റിയ ഒരു മനുഷ്യനാണെന്ന് ഡോക്ടർ പതുക്കെ തിരിച്ചറിയുകയും ചെയ്തു. ആ വീട്ടിൽ നിന്നും എത്രയും വേഗം പുറത്തു കടക്കാനാണ് പിന്നീട് ഡോക്ടർ നിശ്ചയിച്ചത്. തിടുക്കത്തിൽ പുറത്തിറങ്ങിയ ഡോക്ടർ ഒലിവറയും വലിച്ചുകൊണ്ട് കുതിരവണ്ടിയെ ലക്ഷ്യമാക്കി ഓടി. പ്രേതരൂപിയായ ആ മനുഷ്യൻ എന്തെല്ലാമോ പുലമ്പിക്കൊണ്ട് അവരുടെ പിന്നാലെ ഓടി വരുന്നുണ്ടായിരുന്നു. അവരെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അയാൾ. വണ്ടി മുന്നോട്ട് നീങ്ങിയെങ്കിലും ഭ്രാന്തൻ വണ്ടിയുടെ പിന്നാലെ തെറിവിളിച്ചുകൊണ്ട് ഓടുന്നുണ്ടായിരുന്നു. ഡോക്ടർ അയാൾക്ക് ഏതാനും നാണയത്തൊട്ടുകൾ എറിഞ്ഞുകൊടുത്തു. നാണയങ്ങൾ നിലത്ത് വീണപ്പോൾ അയാൾ അത് പെറുക്കിയെടുക്കാനായി നിന്നു. അപ്പോഴും അയാൾ ഡോക്ടറെ തെറി പറയുന്നുണ്ട്. നാണയങ്ങൾ പെറുക്കിയെടുത്തതിന് ശേഷവും അയാൾ വണ്ടിക്ക് പിന്നാലെ ഓടി തുടങ്ങി. വണ്ടി ഒരു വളവ് തിരിയുന്നതുവരെയും അയാൾ ഓടി വരുന്നത് അവർക്ക് കാണാനാകുമായിരുന്നു. കിതപ്പും പരവേശവും ഒന്ന് ശാന്തമായപ്പോൾ മാത്രമാണ് ഡോക്ടർക്ക് താൻ കാണിച്ചു കൂട്ടിയ മണ്ടത്തരത്തെക്കുറിച്ച് ബോധ്യമായത്. ഒലിവർ, ഞാനൊരു മരമണ്ടനാണ്. ആ വീട്ടിൽ കള്ളന്മാരിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വണ്ടിയിൽ എൻ്റെ ശവമായിരിക്കും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ബാക്കിയുണ്ടാവുന്നത്. ഒരു ഫലിതം പറഞ്ഞതുപോലെ ഡോക്ടർ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ഡോക്ടറുടെ ഫലിതം ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഒലിവർ. ആ ഭ്രാന്തൻ്റെ ചേഷ്ടകളും രൂപങ്ങളും അവനെ അത്രമാത്രം ഭയപ്പെടുത്തിയിരുന്നു. ആ കുതിരവണ്ടി അവരെയും വഹിച്ചുകൊണ്ട് പെൻഡോൺ വില്ല ലക്ഷ്യമാക്കിയാണ് മുന്നോട്ട് പാഞ്ഞുപോയത്. പെൻഡോൺ വില്ല എന്ന വീട് അവർക്ക് കണ്ടെത്താനായെങ്കിലും നിരാശയായിരുന്നു ഫലം. ആ വീട് പൂട്ടിക്കിടക്കുന്നതാണ് അവർക്ക് കാണാനായത്. ഗേറ്റിന് മുൻപിൽ വാടകയ്ക്ക് കൊടുക്കപ്പെടും എന്നൊരു ബോർഡും തൂക്കിയിട്ടിരിക്കുന്നു. ഒലിവറിന് ആകെ സങ്കടമായി. ബ്രൗൺലോയെ കാണാൻ കഴിയാത്ത സ്ഥിതിക്ക് ആ പുസ്തക വ്യാപാരിയെയെങ്കിലും കാണാൻ കഴിയുമോ എന്ന് നോക്കാമെന്ന് അവൻ പറഞ്ഞെങ്കിലും അക്കാര്യം പിന്നീട് ഒരിക്കലാകാമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ തിരികെ പോകാൻ തിടുക്കം കാണിച്ചു. അങ്ങനെ ഒലിവറിനെ സംബന്ധിച്ചിടത്തോളം ആ യാത്ര ഒരു പാഴ്വേലയായി അവസാനിച്ചു. വീണ്ടും 2 ആഴ്ചകൾ പിന്നിട്ടു. മിസ്സിസ് മെയ്ലിയും അവരുടെ വളർത്തുമകളും ഒലിവറും മെയ്ലിയുടെ വേനൽക്കാല വസതിയിലേക്ക് യാത്രയായി. വീടിൻ്റെ ചുമതല ഗിൽസിനും ബ്രിഡ്സിനുമായിരുന്നു. ഒലിവർ അവൻ്റെ എല്ലാ ദുഃഖങ്ങളും മറന്നു തുടങ്ങി. റോസി പറഞ്ഞതുപോലെ ഏറ്റവും മനോഹരമായിരുന്നു ആ ഗ്രാമം. എവിടെ നോക്കിയാലും പൂത്തെളിഞ്ഞു നിൽക്കുന്ന പൂമരങ്ങൾ, മനോഹരമായ അരുവികൾ, പുൽമൈതാനങ്ങൾ, കാറ്റിനു പോലും എന്ത് സുഗന്ധമാണെന്നോ അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് അവൻ തൻ്റെ കഴിഞ്ഞ കാലത്തെ മറക്കാൻ ശ്രമിച്ചു. ആ വീട്ടിൽ ഒലിവറിനായി ഒരു മുറി തന്നെ ഒരുക്കിയിരുന്നു. അതിൻ്റെ ജനലുകളും വാതിലുകളും വളരെ വലുതായിരുന്നതിനാൽ 4 ഭാഗത്തു നിന്നും വെളിച്ചവും കാറ്റും എപ്പോഴും തള്ളിക്കയറി വരും. മുറിയിലെ കൂറ്റൻ ഷെൽഫിൽ നിറയെ പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. പകൽ മുഴുവനും അവനും റോസിയും ഗ്രാമങ്ങളിലൂടെ നടക്കും. ഗ്രാമീണ മനുഷ്യരുടെ നിഷ്കളങ്കമായ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി ആടിപ്പാടി നടക്കും. അവരുടെ വീടുകൾ വളരെ ചെറുതായിരുന്നെങ്കിലും വൃത്തിയും വെടിപ്പും ആവോളമുണ്ടായിരുന്നു. പച്ചക്കറിത്തോട്ടങ്ങളും പൂന്തോട്ടങ്ങളും ഓരോ വീടിനും സ്വന്തമായിരുന്നു. എവിടേക്ക് നോക്കിയാലും ഫലവൃക്ഷങ്ങളാണ്. ഇതെല്ലാം ആസ്വദിക്കാൻ ഒലിവർ തിടുക്കം കാണിച്ചു. ചില ദിവസങ്ങളിലെ പ്രഭാതത്തിലും വൈകുന്നേരങ്ങളിലും കുട്ടികൾക്കൊപ്പം മിസ്സിസ് മെയ്ലിയും ഗ്രാമഭംഗി ആസ്വദിക്കാനായി പോകും. അവരുടെ യാത്ര അവസാനിക്കുന്നത് ഏതെങ്കിലും അരുവിയുടെ സമീപത്തായിരിക്കും. അവിടെ ഇരുന്നു കൊണ്ട് മിസ്സിസ് മെയ്ലി ഒലിവർക്ക് നിരവധി കഥകൾ പറഞ്ഞു കൊടുത്തു. വീട്ടിലുള്ള സമയത്തും അവൻ വളരെ സന്തോഷവാനായിരുന്നു. പിയാനോ വായിക്കുന്നതിൽ സമർത്ഥയായിരുന്ന റോസി അവനു വേണ്ടി പിയാനോ വായിച്ചു. റോസി പിയാനോ വായിക്കുമ്പോൾ സംഗീതത്തോടൊപ്പം പൂക്കളുടെ സുഗന്ധവും പുറത്തേക്കൊഴുകി വരുന്നതായി അവൻ അനുഭവപ്പെടും. അവൻ കണ്ണുകളടച്ച് നിശബ്ദനായിരിക്കും. ഈ സമയത്ത് അവൻ്റെ മനസ്സ് സ്വർഗത്തിലായിരിക്കും. വെള്ളച്ചിറകു വിരിച്ച് പൊട്ടിച്ചിരിക്കുന്ന മാലാഖമാരുടെ സാന്നിധ്യത്തിലാണ് താൻ ഇപ്പോഴെന്ന് അവൻ ചിന്തിക്കും. നിരവധി മാലാഖമാരുണ്ട്. അതിലേറ്റവും സുന്ദരിയായ മാലാഖയുടെ മുഖം റോസിയുടേത് തന്നെയാണെന്ന് അവൻ സങ്കല്പിക്കും. ഒലിവറിനെ കൂടുതൽ നല്ലൊരു മനുഷ്യനാക്കി മാറ്റാനുള്ള പരിശ്രമത്തിലാണ് മിസ്സിസ് മെയ്ലി. അവനെ വായിക്കാനും എഴുതാനും പഠിപ്പിക്കാനാണ് അവർ കൂടുതൽ താല്പര്യം കാണിച്ചത്. അതിനായി ആ ഗ്രാമത്തിലെ ഒരു വൃദ്ധനായ അധ്യാപകൻ്റെ സഹായം അവർ തേടി. അദ്ദേഹം അവനെ പഠിപ്പിച്ചു തുടങ്ങി. മിസ്സിസ് മെയ്ലി അവൻ ഇഷ്ടപ്പെട്ട നിരവധി പുസ്തകങ്ങൾ വാങ്ങി വായിക്കാനായി കൊടുത്തു. സന്ധ്യാനേരം കഴിഞ്ഞാൽ ഉറക്കം തന്നെ കീഴ്പ്പെടുത്തുന്നവരെയും അവൻ ആവേശത്തോടെ വായിക്കാൻ തുടങ്ങി. ഒരു ദിവസം സന്ധ്യാസമയത്ത് അവർ 3 പേരും കൂടി നടക്കാനായി ഇറങ്ങി തിരിച്ചു. പൂനിലാവ് പൊഴിച്ചുകൊണ്ട് പൂർണ്ണചന്ദ്രൻ അവർക്ക് വഴികാട്ടിയായി നിന്നു. തണുത്ത കാറ്റ് അവരെ ആനന്ദത്തിലാക്കി.
ഏറെ സന്തോഷത്തിലായിരുന്നതിനാൽ അവർ മതിവരാവോളം മുന്നോട്ട് തന്നെ നടന്നു. എത്ര സമയം നടന്നുവെന്ന് പോലും അവർക്ക് നിശ്ചയമില്ലാതായി. കാലുകൾ വേദനിക്കുന്നുവെന്ന് റോസി പരാതി പറഞ്ഞപ്പോഴാണ് അവർ ഒരുപാട് ദൂരം പിന്നിട്ടിരിക്കുന്നുവെന്ന് ബോധ്യമായത്. അവർ തിരിച്ചു നടക്കാൻ തുടങ്ങി. റോസി തൻ്റെ വളർത്തമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അവളുടെ കാലുകൾ കുഴഞ്ഞു തുടങ്ങി. ഒരടി പോലും മുന്നോട്ട് നടക്കാനാവാതെ അവൾ വഴിയിൽ തളർന്നിരുന്നു. കുറേ സമയം വിശ്രമിച്ചു കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ട ഉന്മേഷം അവൾക്ക് തിരികെ വന്നു. വീട് വരെയും നടക്കുന്നതിന് അവൾക്ക് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുമില്ല. എന്നാൽ വീട്ടിലെത്തി ഏതാനും മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ മുതൽ അവൾക്ക് പനിക്കാൻ തുടങ്ങി. തല വിങ്ങിപ്പൊട്ടുന്ന വേദന. ഈ സമയത്ത് കുടുംബ ഡോക്ടർ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെയെന്ന് മിസ്സിസ് മേരി പരിഭവം പറഞ്ഞു. എന്നാൽ ഡോക്ടറെ ഉടനടി വിളിച്ചു വരുത്താനും മാത്രം തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് റോസി പറഞ്ഞത്. എന്നാൽ ഡോക്ടറെ എത്രയും വേഗം വിളിച്ചു വരുത്തണമെന്ന് മിസ്സിസ് മേരി ആഗ്രഹിച്ചു. അടിയന്തരമായ ഡോക്ടർക്ക് ഇപ്പോൾ തന്നെ ഒരു കത്തയച്ചാൽ പിറ്റേന്ന് പുലർച്ചെ തന്നെ ഡോക്ടറുടെ കയ്യിൽ കിട്ടും. അങ്ങനെയെങ്കിൽ ഡോക്ടർ എത്രയും വേഗം ഇങ്ങോട്ട് തിരിക്കുകയും ചെയ്യും. എന്നാൽ തപാലാഫീസിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. ഈ രാത്രിയിൽ അവിടേക്ക് പോകാൻ പ്രയാസമാണ്. പുലരും വരെ കാത്തിരിക്കാമെന്ന് മിസ്സിസ് മേരി തീരുമാനിച്ചു. പിറ്റേ ദിവസം പുലർച്ചെ അവർ 2 കത്തുകൾ തയ്യാറാക്കി അത് പോസ്റ്റ് ഓഫീസിലെത്തിക്കാൻ ഒലിവറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അതിൽ ഒരു കത്തിൻ്റെ മേൽവിലാസം ഹാരി മെയ്ലി എന്നായിരുന്നു. എന്നാൽ ഒലിവർ പോകും മുൻപ് അവർ ആ കത്ത് അവൻ്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിയിട്ട് ഡോക്ടർക്കുള്ള കത്തുമായി അവനെ തപാലാഫീസിലേക്ക് അയച്ചു. വഴി കൃത്യമായി അവർ പറഞ്ഞു കൊടുത്തിരുന്നു. അവനേക്കാൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന ചോളവയലിന് നടുവിലൂടെ ഓടിയും നടന്നും ഒലിവർ ഒരു മൈതാനത്തിന് മുന്നിലെത്തി. അവിടെ നിന്നും നാട്ടുപാതയിലൂടെ മുന്നോട്ട് പാഞ്ഞു. അവൻ യഥാർത്ഥത്തിൽ ഓടുകയായിരുന്നു. ആ വഴി അവസാനിക്കുന്നത് മാർക്കറ്റിന് മുന്നിലാണ്. മാർക്കറ്റിൽ ഒരറ്റത്തായി ഒരു മദ്യഷോപ്പുണ്ടെന്ന് അടയാളമായി മിസ്സിസ് മേരി അവനോട് പറഞ്ഞിരുന്നു. അതിനും അപ്പുറത്തായിട്ടാണ് വെള്ള നിറത്തിലുള്ള തപാലാഫീസെന്നും അവർ പറഞ്ഞു. തപാലാഫീസിലേക്ക് അവൻ തലപൊന്തിച്ചു നോക്കി. ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് കത്തുകൾ ഒരു ചാക്കിലേക്ക് വാരിക്കെട്ടുന്നത് അവൻ കണ്ടു. അവൻ ആ കത്ത് അയാളെ ഏൽപ്പിച്ചു. അയാൾ അതും ആ ചാക്കിനകത്തേക്കിട്ട് ചാക്ക് ഒരു ചരടുകൊണ്ട് കെട്ടി അതും ചുമന്നുകൊണ്ടൊരു കുതിരവണ്ടിയിലേക്ക് കയറിപ്പോകുന്നതുവരെയും ഒലിവർ അവിടെ തന്നെ നിന്നു. അയാൾ പുറപ്പെട്ടതിന് ശേഷമാണ് അവൻ തിരികെ നടക്കാൻ തുടങ്ങിയത്. തിരികെ മദ്യഷോപ്പിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവിടെ നിന്നും ഇറങ്ങി വന്ന നീളൻ കോട്ടുധാരിയായ ഒരു മനുഷ്യനുമായി കൂട്ടിമുട്ടി. ഒലിവർ നിലത്ത് വീണു. അവൻ ഒരുവിധം എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. എന്നാൽ അയാൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കടന്നു പിടിച്ച് അവനെ തെറി പറയാൻ തുടങ്ങി. കിഴവനെ തള്ളി മാറ്റിക്കൊണ്ട് ഒലിവർ ഓടി. കിഴവനും തെറി വിളിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ പാഞ്ഞു. എന്നാൽ ഒലിവറിനൊപ്പം എത്താൻ ആ കിഴവന് കഴിഞ്ഞില്ല. ഓടുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയ ഒലിവർ കണ്ടത് ആ കിഴവൻ തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നതാണ്. പിന്നീട് അവൻ തിരിഞ്ഞു നോക്കാൻ ധൈര്യപ്പെട്ടില്ല. തനിക്ക് കഴിയാവുന്നത്ര വേഗത്തിൽ അവൻ ഓടിമറഞ്ഞു. മിസ്സിസ് മെയ്ലി ഒലിവർ തിരികെ എത്തുന്നതും കാത്ത് ഗേറ്റിന് മുന്നിൽ തന്നെ നിന്നിരുന്നു. അവരുടെ മുഖം സങ്കടത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു. റോസിയുടെ ആരോഗ്യസ്ഥിതി ഒലിവർ പോകുന്ന സമയത്തതിനേക്കാൾ മോശമായി തുടരുകയാണെന്ന് അവർ സങ്കടത്തോടെ പറഞ്ഞു. അവർ കരഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. അന്ന് രാത്രിയിൽ അവന് ഉറങ്ങാനായില്ല. റോസിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടാണ് അവൻ കിടന്നിരുന്നത്. അവൾക്ക് കാര്യമായ എന്തോ രോഗം തന്നെയാണെന്ന് അമ്മൂമ്മയുടെ മുഖത്തു നിന്നും വായിച്ചറിയാനാവും. സങ്കടത്താൽ ആ സ്ത്രീയുടെ മുഖം വിളറി വെളുത്തിരുന്നു. അവളുടെ അസുഖം വേഗത്തിൽ ഭേദമാക്കണമേ എന്ന് അവൻ ദൈവത്തോട് കേണപേക്ഷിച്ചു. ഈ സമയത്താണ് അവൻ്റെ മനസ്സിലേക്ക് മദ്യഷാപ്പിന് മുന്നിൽ വെച്ച് താനുമായി കൂട്ടുമുട്ടിയ കിഴവൻ്റെ രൂപം തള്ളിക്കയറി വന്നത്. അയാളെക്കുറിച്ച് നിരവധി സംശയങ്ങൾ അവന് ഉടലെടുത്തു. എന്തിനാണ് അയാൾ തന്നെ തെറി പറഞ്ഞത്? എന്തിനാണ് അയാൾ തന്നെ പിന്തുടരാൻ ശ്രമിച്ചത്? എന്തിനാണ് അയാൾ തന്നെ തുറിച്ചു നോക്കി നിന്നത്? ഇങ്ങനെ നിരവധി സംശയങ്ങൾ അവനിലുണ്ടായി. ഒരുപക്ഷെ അയാൾ ഫാഗിൻ തന്നെയാണോ? ഫാഗിൻ എന്നോർത്തപ്പോൾ തന്നെ അവൻ വിറയ്ക്കാൻ തുടങ്ങി. ഒലിവർ തപാലാഫീസിലേൽപ്പിച്ച കത്ത് കൃത്യസമയത്ത് തന്നെ ഡോക്ടറുടെ കയ്യിലെത്തി. കത്ത് കിട്ടിയ ഉടൻ തന്നെ ഡോക്ടർ ഇവിടേക്ക് തിരിക്കുകയും ചെയ്തു. കത്ത് അയച്ചിരുന്നില്ലെങ്കിലും ഡോക്ടർ എത്തി പിറ്റേന്ന് തന്നെ ഹാരിയും ഗിൽസും എത്തിച്ചേർന്നിരുന്നു. ഹാരിയെ ഇതിനു മുൻപ് ഒലിവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മിസ്സിസ് മെയ്ലിയുടെ സ്വന്തം മകനാണ് ഹാരി. ആ മുഖത്തു നിന്ന് തന്നെ ആർക്കും അത് പെട്ടെന്ന് വായിച്ചെടുക്കാനാവും. അത്രയ്ക്ക് രൂപസാദൃശ്യം അവർ രണ്ടാൾക്കുമുണ്ട്. ഹാരി സുന്ദരനാണ്. ഏകദേശം 25 വയസ്സ് പ്രായമുണ്ടാകും. റോസിയുടെ ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ തന്നെ അക്കാര്യം തന്നെ അറിയിക്കാതിരുന്നതിന് അയാൾ വന്നപാടെ അമ്മയെ ശകാരിക്കുന്നതും ഒലിവർ കേട്ടു. ഡോക്ടർ എത്തി റോസിയെ പരിശോധിച്ചതിന് ശേഷം നിന്നെ അറിയിക്കാമെന്നാണ് ചിന്തിച്ചതെന്ന് മിസ്സിസ് മെയ്ലി മകനോട് മറുപടിയും പറഞ്ഞു. ഹാരി താമസിച്ചിരുന്നത് മറ്റൊരു ഗ്രാമത്തിലായിരുന്നു. വന്നപാടെ ഹാരി റോസിയുടെ മുറിയിലേക്കാണ് എത്തിയത്. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് വളരെ നേരം കരയുന്നത് അവൻ കണ്ടതാണ്. റോസിയെ ഹാരി അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവന് ബോധ്യമായി. ഒരുപക്ഷെ തൻ്റെ സ്വന്തം അമ്മയേക്കാൾ അയാൾ റോസിയെ സ്നേഹിക്കുന്നുവെന്ന് ഒലിവറിന് തോന്നി. ചികിത്സ ഫലം കണ്ടു തുടങ്ങി. റോസിയുടെ അസുഖത്തിന് നേരിയ ശമനമുണ്ടായി. എങ്കിലും പഴയതുപോലെ ഓടി നടക്കാനൊന്നും ഇപ്പോഴും അവൾക്കായിട്ടില്ല. എന്നാൽ ഒലിവറിന് കളിക്കൂട്ടായി ഹാരി എപ്പോഴും അവനോടൊപ്പം ഉണ്ടായിരുന്നു.
റോസിയെ അയാൾ വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും അവളെ വിവാഹം കഴിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഹാരി സംസാരത്തിനിടയിൽ ഒലിവറിനോട് പറഞ്ഞിരുന്നു. ആ തീരുമാനം ഏറ്റവും അനുയോജ്യമാണെന്ന് അവനും തോന്നി. എന്നാൽ റോസിയുടെ തീരുമാനം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല എന്ന് ഹാരിയുടെ സംഭാഷണത്തിൽ നിന്നും ഒലിവറിന് ബോധ്യമാവുകയും ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് അവന് മനസ്സിലാക്കാനായില്ല. ഹാരി നല്ലവനാണ്, സ്നേഹമുള്ളവനാണ്. അങ്ങനെയുള്ള ഒരാളെ തള്ളിക്കളയുന്നതിന് റോസിയോട് അവന് പരിഭവമുണ്ടായിരുന്നു. എന്ത് കാരണത്താലാണ് അങ്ങനെയൊരു തീരുമാനമെന്നറിയാൻ അവന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരുപക്ഷെ തൻ്റെ രോഗം കാരണമാവാം അവൾ അങ്ങനെയൊക്കെ തീരുമാനിച്ചത്. അസുഖം മാറിക്കഴിയുമ്പോൾ അവൾ തീരുമാനം മാറ്റിയേക്കും. അക്കാര്യം അവൻ ഹാരിയോട് പറയുകയും ചെയ്തു. ഒലിവറിൻ്റെ വാക്കുകൾ കേട്ട് ഹാരി ചിരിക്കുകയും റോസിയുടെ മനസ്സ് എത്രയും വേഗം ഹാരിക്ക് അനുകൂലമാകാൻ വേണ്ടി അവൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ യുവാവ് അവനെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവച്ചു. ഒലിവർ നല്ല സന്തോഷത്തിൽ ജീവിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ അവൻ പുസ്തകങ്ങളുടെ ലോകത്തായിരുന്നു. പതിവ് പോലെ ഒരു വൈകുന്നേരം അവൻ വായനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. തണുത്ത കാറ്റ് തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ അകത്തേക്ക് പരിമണവുമായി എത്തി അവനെ തഴുകിക്കടന്നുപോയി. കിഴക്കിൻ്റെ ആകാശത്ത് രാവിൻ്റെ നിഴൽ വീണു തുടങ്ങി. പെട്ടെന്ന് തന്നെ അവൻ മയക്കത്തിലേക്ക് വഴുതിപ്പോയി. ഒരു ചെറിയ മയക്കം, അത്രമാത്രം. എന്നാൽ സ്വപ്നത്തിലെന്ന പോലെ പുറത്തെ കാഴ്ചകൾ അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ജനലിൻ്റെ അപ്പുറത്തായി ആരോ രണ്ടുപേർ നിൽക്കുന്നു. ഒരാൾ ഭാഗിനാണ്. രണ്ടാമൻ മുഖം തുണികൊണ്ട് മറച്ചിരിക്കുന്നതിനാൽ ആരാണെന്ന് വ്യക്തവുമല്ല. തൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മറ്റേയാളോട് ഭാഗിൻ എന്തെല്ലാമോ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്കുറപ്പുണ്ടോ ഇവൻ തന്നെയാണോ നിങ്ങൾ സൂചിപ്പിച്ച ചെക്കനെന്ന് ഭാഗിൻ രണ്ടാമനോട് ചോദിക്കുന്നു. ഉടൻ രണ്ടാമൻ പറയുന്നു, ഏയ് മിസ്റ്റർ, അക്കാര്യം എനിക്കുറപ്പുണ്ട്. അവനെ എവിടെ വെച്ചും ഏത് സാഹചര്യത്തിലും തിരിച്ചറിയാനുള്ള എന്തോ ഒരു കഴിവ് എനിക്കുണ്ട്. നിങ്ങൾ അവനെ നിരവധി ആത്മാക്കളുടെ മധ്യത്തിൽ അതേ വേഷത്തിലും രൂപത്തിലും അവനെ കൊണ്ടുവന്ന് നിർത്തിയാലും ഞാൻ അവനെ തിരിച്ചറിയും. നിങ്ങൾ പാതാളത്തോളം കുഴിയെടുത്ത് ഒരു ശവപ്പെട്ടിയിൽ അവനെ അടക്കിയാലും അവൻ്റെ കുഴിമാടം ഞാൻ അനായാസേന തിരിച്ചറിയും. സ്വപ്നത്തിലെന്നവണ്ണം ഭയപ്പെട്ട ഒലിവർ ഞെട്ടിയുണർന്ന് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ രണ്ട് മനുഷ്യരുടെ നിഴലുകൾ ഓടിമറയുന്നത് അവൻ കണ്ടു. അപ്പോൾ താൻ ഇത്ര നേരവും കേട്ടതും കണ്ടതുമെല്ലാം സ്വപ്നമായിരുന്നില്ലെന്നും യാഥാർത്ഥ്യമാണെന്നും അവൻ പെട്ടെന്ന് മനസ്സിലാക്കി. ഭാഗിനോടൊപ്പമുള്ളത് താൻ മദ്യഷോപ്പിൻ്റെ മുന്നിൽ വെച്ച് കൂട്ടിയിടിച്ച മനുഷ്യനായിരിക്കാമെന്നും അവൻ ഊഹിച്ചു. ഒലിവർ പെട്ടെന്ന് നിലവിളിക്കാൻ തുടങ്ങി. അവൻ്റെ ശബ്ദം കേട്ട് ഹാരിയും ഡോക്ടറും ഗിൽസും ഓടിയെത്തി. ഉണ്ടായതെല്ലാം അവൻ അവരോട് വിവരിച്ചു. ആദ്യമൊന്നും അവൻ പറയുന്നത് സത്യമാണെന്ന് അവർക്ക് വിശ്വസിക്കാനായില്ല. എന്നാൽ അവൻ കണ്ടതെല്ലാം സത്യമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞതോടെ വിശ്വസിക്കാതിരിക്കാനുമാവുന്നില്ല. മൈതാനം കടന്ന് അവർ ഓടിമറയുന്നത് അവൻ വ്യക്തമായി കണ്ടതാണെന്ന് കൂടി പറഞ്ഞപ്പോൾ അതെല്ലാം സത്യമാണെന്ന് തന്നെ അവർക്ക് തോന്നി. അടുത്ത ദിവസം ഹാരി അവനെയും കൊണ്ട് മദ്യഷോപ്പിൽ നിന്നിരുന്ന സ്ഥലത്തും പരിസരങ്ങളിലും അന്വേഷണം നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. അവസാനം ഡോക്ടറും ഹാരിയും എത്തിച്ചേർന്നത് ഒലിവർ ആ സംഭവം സ്വപ്നത്തിൽ കണ്ടതായിരിക്കാം എന്ന് തന്നെയാണ്. എന്നാൽ ഒലിവറിനെ സംബന്ധിച്ചിടത്തോളം പിന്നീടുള്ള ദിവസങ്ങൾ ഭയത്തിൻ്റേത് മാത്രമായിരുന്നു.